വചനമൊഴി മാർച്ച് 14. വചനഭാഗം വെളിപാട് 3:14-22, ലൂക്കായുടെ സുവിശേഷം 24:44-49. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൽ നമ്മുടെ ആത്മീയ മന്ദത വിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഈശോയുടെ വചനത്തിനായി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുവാനുമുള്ള കാലഘട്ടമാണ്. ആത്മീയ ഉണർവിന്റെയും സാക്ഷ്യ ജീവിതത്തിന്റെയും കാലഘട്ടമായിരിക്കണം. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ വായന ലവോദിക്കയിലെ സഭയോട് ഈശോ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. നീ തണുപ്പുമല്ല ചൂടുമല്ല, നീ ഉഷ്ണവുമല്ല തണുപ്പുമല്ല, നിന്നെ തുപ്പിക്കളയും. ഇവിടെ ഈശോ പറയുന്നത് ആത്മീയ മന്ദതയെക്കുറിച്ചാണ്. ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പണമില്ലാത്ത ജീവിതം വിശ്വാസത്തെ ദുർബലമാക്കുന്നു. ലവോദിക്കയിലെ വിശ്വാസികൾ സമ്പന്നരാണെന്ന് കരുതിയിരുന്നെങ്കിലും ഈശോ പറയുന്നു, നീ ദരിദ്രനും കുരുടനും നഗ്നനുമാണ്. നമ്മുടെ വിശ്വാസം ജീവിക്കുന്ന വിശ്വാസമാണോ, അഥവാ ഒരു ചടങ്ങായി വിശ്വാസ ജീവിതം നടത്തുന്നവരാണോ? ഈശോ പറയുന്നു, ഞാൻ വാതിലിൽ നിൽക്കുകയും മുട്ടുകയും ചെയ്യുന്നു. ഈശോയെ സ്വീകരിക്കുന്നവർക്ക് ആത്മീയ നവീകരണം ഉണ്ടാകും. ഉയർത്തെഴുന്നേറ്റ് ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. മോശയുടെയും പ്രവാചകന്മാരുടെയും സങ്കീർത്തനങ്ങളുടെയും പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്റെ ജീവിതത്തിലൂടെ നിറവേറ്റപ്പെട്ടു എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ശിഷ്യന്മാർക്ക് വലിയൊരു ദൗത്യം ഈശോ കൽപ്പിച്ചു നൽകുകയാണ്. പാപമോചനത്തിന്റെ സന്ദേശം ലോകമൊട്ടാകെ പ്രസംഗിക്കുക. ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം ലോകത്തോട് പറയുക. ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷികളായി വർത്തിക്കുക. അതാണ് ശിഷ്യന്മാരുടെ ദൗത്യമായി ഈശോ ഏൽപ്പിക്കുന്നത്. ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ആഴമുള്ള ഒരാത്മീയ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഈശോയോട് കൂടുതൽ ചേർന്ന് ആത്മീയമായി ഉണർവുള്ളവരായി മാറുവാൻ, നമ്മുടെ ജീവിതം വഴി ഈശോയ്ക്ക് ഈ ലോകത്തിൽ സാക്ഷികളാകുവാൻ, മാനസാന്തരത്തിന്റെയും സാക്ഷി ജീവിതത്തിന്റെയും പാതയിലൂടെ കൂടുതൽ അടുക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. ആത്മീയ മന്ദതയിൽ നിന്ന് ആത്മീയ ഉണർവിലേക്കും സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് സാക്ഷി ജീവിതത്തിലേക്കും വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.